ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ദോശ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ദോശയ്ക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മൈദ എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വെറും 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൈദദോശ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോഴത്തെ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇപ്പോൾ ഞാൻ ടോട്ടൽ 1.5 ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം, ഓവർ ലൂസായി പോകണ്ട. ഇനി ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കാം. പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതുപോലെ ദോശ ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിൻ്റെ മേലെ നല്ലപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും. ഇപ്പോഴത്തെ ദോശയുടെ 2 സൈഡും നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള മൈദ ദോശ റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് നല്ല ചൂടുള്ള ചായക്കൊപ്പം കഴിക്കാം, അതും അല്ലെങ്കിൽ തേങ്ങാപ്പാലിനൊപ്പം കഴിക്കാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കറിക്കൊപ്പം കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ മൈദദോശയും നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതും ഇനി പാനിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ്. ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ല ചൂടോടെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമ്മൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള മൈദദോശ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതല്ലേ. തേങ്ങ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഈ ഒരു ദോശയുടെ രുചി ഉണ്ടല്ലോ, അതൊരു വേറെ ലെവൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മൈദദോശ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇത് എന്തായാലും കഴിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി മൈദദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.